Club FM Doctor's Talk. Club FM Doctor's Talk. എന്റെ പേര് ഡോക്ടർ ഫയാസ്. ഞാൻ ഇവിടെ തൃശ്ശൂർ ദയ ആശുപത്രിയിൽ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജനാണ്. ഓക്കെ സാർ, എത്ര നാളായിട്ട് ഈ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോ ഓൾമോസ്റ്റ് 5 to 6 years ആയി ഈ ഒരു പ്രൊഫഷനിൽ. ഈ പ്ലാസ്റ്റിക് സർജറി നമ്മുടെ കേരളത്തില് ആളുകൾ കൂടുതൽ വരുന്നത് ഈ സൗന്ദര്യം അടിപൊളിയാക്കാനാണോ അതോ ഈ ആക്സിഡന്റ് ബേസ് ചെയ്തിട്ട് അങ്ങനെ വരുന്നതാണോ? ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഈ കേസുകൾ വരുന്നത്? ആക്സിഡൻസിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആക്സിഡൻസിൽ ഏതെങ്കിലും ഭാഗമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് അത് വളരെ കോമൺ ആയിട്ട് നമുക്കിവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ക്യാൻസർ ആയിട്ട് ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ച് കളയേണ്ടി വരുന്ന ഒരു ഭാഗം, ലൈക്ക് ഒരു സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്ത് കളയേണ്ടി വരും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജന്റെ ഒരു റോൾ എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് റീകൺസ്ട്രക്ട് ചെയ്യുക, എങ്ങനെയാണ് പഴയ പോലെ എങ്ങനെയാണ് ആ ഒരു പേഷ്യന്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാമെന്നാണ് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമാണ് കൺജനൈറ്റൽ ഇഷ്യൂസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുറിച്ചുണ്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതും പ്ലാസ്റ്റിക് സർജൻസ് ആണ്. പിന്നെ എങ്ങനെയാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസും ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കോമൺ അല്ലെങ്കിലും ഇപ്പോൾ ആൾക്കാർക്ക് കുറേം കൂടി അതിനെ പറ്റിയിട്ട് കുറേം കൂടി ഇൻഫർമേഷൻ ഓൺലൈനും അതല്ലാതെയും ഒക്കെ കിട്ടുന്ന കാരണം ഇപ്പോൾ പേഷ്യൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെയർ റീസ്റ്റോറേഷന് വേണ്ടി, ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി, അതുകൂടാതെ നോസ് ജോബ് എന്നൊക്കെ പറയുന്നത് റൈനോപ്ലാസ്റ്റി എന്നാണ് അതിന്റെ സയന്റിഫിക് ടേം. അപ്പൊ റൈനോപ്ലാസ്റ്റി, അപ്പൊ അത് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അത് രണ്ട് കാരണങ്ങൾക്ക് നമ്മൾ ചെയ്യാം. ഒന്ന്, കോമൺ ആയിട്ട് നോസ് ബ്ലോക്ക് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് ആ നോസ് ബ്ലോക്ക് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി റൈനോപ്ലാസ്റ്റി ചെയ്യാം. അത് കൂടാതെ കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി എന്ന് വെച്ചാല് നല്ല നീണ്ട മൂക്കാക്കണ പരിപാടി അല്ലേ? ഈ നീണ്ടതും അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാർക്കും അവരുടെ മനസ്സിൽ ഇന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ടൈലർ ചെയ്തിട്ട് നമുക്ക് അതിനെ ആ ഒരു രീതിക്ക് നമുക്ക് മാക്സിമം ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിന് മുൻപ് പറഞ്ഞു തരുമോ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മൂക്ക് ബിഫോർ ആഫ്റ്റർ എന്നുള്ളത്? നിങ്ങൾ എനിക്ക് ഫോട്ടോ കാണിച്ചു തരുമോ? ഫോട്ടോസ് നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ പ്രീവിയസ്ലി ചെയ്ത് ആൾക്കാരുടെ ഐഡന്റിറ്റി നമ്മൾ ഫുള്ളായിട്ട് വെളിപ്പെടുത്താതെ നമ്മൾ കാണിച്ചു കൊടുക്കും. പിന്നെ റീസെന്റ് ഇപ്പൊ കുറെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറെയൊക്കെ അതിനെ മോഡിഫൈ ചെയ്ത് 3D ഇമേജസ് ഒക്കെ റെൻഡർ ചെയ്തിട്ട് ചെയ്യാനുള്ള വഴികളുണ്ട്. അത് അത്ര കോമൺ അല്ല, പക്ഷെ കുറച്ചുകൂടി നല്ല സെന്റേഴ്സിലൊക്കെ ഇപ്പൊ അത് അങ്ങനത്തെ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ സർ, ഈ ഭംഗിയാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ ആക്ച്വലി അറിയേണ്ടത്. അപ്പം ഈ ഡിംപിൾസ്, അതുപോലെ തന്നെ ജോ ലൈൻ ഷാർപ്പ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ കുറെ ഇപ്പൊ നമ്മൾ എല്ലാത്തിലും കാണുന്നുണ്ട്, റീൽസിലൊക്കെ ഒരുപാട് കാണുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ ആൾക്കാർ ആക്ച്വലി വരുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തായാലും പേഷ്യൻസ് വരുന്നുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും പേഷ്യൻസ് വരുന്നുണ്ട്. ഡിംപിൾ ക്രിയേഷനൊക്കെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. ആൻഡ് അത് വളരെ എഫക്റ്റീവും വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിംപിൾ പ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ. അതിൽ ജോ ലൈൻ കറക്ഷൻ, പിന്നെ ഡബിൾ ചിൻ കറക്ഷൻ, പിന്നെ ബ്രസ്റ്റിന്റെ കോസ്മെറ്റിക് സർജറീസ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ ബ്രസ്റ്റിന്റെ സൈസ് കൂട്ടാനോ അല്ലെങ്കിൽ ഈവൻ കുറയ്ക്കാനും പറ്റുന്ന സർജറീസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ വളരെ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ് വയറ് കുറയ്ക്കാൻ. അപ്പോൾ അതിന് ടമ്മി ടക്ക് അല്ലെങ്കിൽ ലൈപ്പോസക്ഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, കിട്ടാറുണ്ടല്ലേ? ഓക്കെ സാർ, അപ്പൊ ഈ ഡിംപിൾ എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അത് എങ്ങനെ എപ്പോഴും ചിരിച്ചിട്ട് തന്നെ ഇരിക്കുമ്പോഴാണോ വരിക, അതോ ചിരിക്കാതിരിക്കുമ്പോഴും ഈ ഡിംപിൾ അവിടെ ഉണ്ടാവോ? ഇനീഷ്യലി ചിരിക്കാതെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നാണ് പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഏകദേശം മേ ബി ഒരു 2 or 3 months വരെ ഇനീഷ്യലി നമ്മൾ ചിരിക്കാത്ത സമയത്തും അത് ആ ഒരു ഡിംപിൾ അവിടെ ഉണ്ടാവും. ബട്ട് ഇവൻച്വലി അത് മെല്ലെ 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 അത് കറക്റ്റ് ആയി വരും. ദാറ്റ് ഈസ് ചിരിക്കുമ്പോൾ മാത്രം വരുന്ന രീതിയിൽ ആയിക്കോളും അത്. ഓക്കെ 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 ഓക്കെ, അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, പിന്നെ ഈ ജോലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതില്? ഇപ്പം നമ്മൾ ചിലവരുടെയൊക്കെ ഫേസ് തന്നെ നല്ല തടിച്ചിട്ടുള്ള ഫേസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് എങ്ങനെയായിരിക്കും അത് ചെയ്യാ? ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണോ? ഈസി എന്നല്ല, മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ഉണ്ട് ജോ ലൈൻ കറക്റ്റ് ചെയ്യാൻ. ഒന്ന്, നമുക്ക് ഫാറ്റ് അവിടെ നിന്ന് നമുക്ക് വലിച്ചെടുത്ത് കളയാനുള്ള എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഡബിൾ ചിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് അപ്പൊ ജോ ലൈൻ അത്ര അങ്ങോട്ട്
പുറത്തേക്ക് എടുത്ത് കാണിക്കില്ല. അപ്പൊ ഡബിൾ ചിന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റിനെ വലിച്ചെടുത്ത് കളയുന്ന ഒരു സർജറിനെയാണ് ലൈപ്പോസെക്ഷൻ. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ ഇനി വേറെ ചില ആൾക്കാർക്ക് കുറച്ച് ഒന്നും കൂടി ഓഗ്മെന്റ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ഇംപ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഒരു സിലിക്കന്റെ ഒരു ഇംപ്ലാന്റ് ഉണ്ടാവും. അത് നമ്മളവിടെ ഒരു ചെറിയൊരു സർജറി വഴി അതവിടെ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള ജോ ലൈൻ നമുക്ക് കിട്ടാം. അപ്പൊ ഇത് എല്ലാവർക്കും ഒരേ ടൈപ്പ് പ്രൊസീജിയർ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ടൈപ്പ് പ്രൊസീജിയർ ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ടിന് വേറെ ടൈപ്പ് പ്രൊസീജിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ പേഷ്യന്റിനും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ടൈലർ ചെയ്തിട്ടാണ് പ്രൊസീജിയേഴ്സ് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും വൺ സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പ്ലാസ്റ്റിക് സർജറി ഇല്ല. ഓക്കെ സർ, ഓക്കെ. അപ്പൊ താങ്ക് യു, സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സർ. ഓക്കെ സർ, ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു. Club FM Doctor's Talk.